ഹായ് വെൽക്കം ടു CC Plus. അപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ ന്യൂ പാർലമെന്റ് ബിൽഡിംഗ്. പുതിയതായി നമ്മൾ ഒരുപാട് വർഷമായിട്ട്, അതായത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഒരു പാർലമെന്റ് ബിൽഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റി ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, ഒത്തിരി പേർക്ക്, ഒത്തിരി മെമ്പേഴ്സിന് ഇരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പാർലമെന്റ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാർലമെന്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അതിനു മുമ്പ് എന്താണ് ഇന്ത്യൻ പാർലമെന്റ് എന്നറിയാമോ? ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ, ഈ 3 സെക്ഷൻസ് ഓഫ് ആൾക്കാരെ ചേർന്നതിനെയാണ് എന്ത് പറയാ? ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂ സ്ട്രക്ചർ ഓഫ് ന്യൂ പാർലമെന്റ് ബിൽഡിംഗ്. പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിൽ ലോക്സഭയുടെ ഷേപ്പ് പീകോക്കിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യസഭയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോട്ടസ് സ്ട്രക്ചർ ആണ്. അപ്പോൾ പുതിയ നല്ല ഭംഗിയുള്ള ഈ ഒരു പാർലമെന്റ് ബിൽഡിങ്ങിന്റെ കൂടുതൽ കാര്യങ്ങൾ, ഇത് ആരാണ് പണി കഴിപ്പിച്ചത്, ഇതിന്റെ ആർക്കിടെക്റ്റ് ആരാണ്, ഇതിന്റെ കോസ്റ്റ് എത്രയാണ്, ഇത് എത്ര വർഷം എടുത്ത് ഇത് പണി കഴിപ്പിക്കാൻ, തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭ എന്താണ്, രാജ്യസഭ എന്താണ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ പ്രസിഡന്റ് എന്തൊക്കെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലെ ഫസ്റ്റ്, അതായത് ലോവർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. അതുപോലെ അപ്പർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് എന്നറിയപ്പെടുന്നത് രാജ്യസഭ. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്, ലോക്സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, രാജ്യസഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ സെഷൻസ് ഓഫ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ന്യൂ പാർലമെന്റ് ബിൽഡിങ്ങിന്റെയും പാർലമെന്റിന്റെ കൂടുതൽ സവിശേഷതകളും അറിയാനായി നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് നമ്മൾ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നടത്തുന്നത്. എല്ലാ സാറ്റർഡേ സൺഡേസിലും 1 hour ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. 3 months ഡ്യൂറേഷനാണ് നമ്മുടെ കോഴ്സിൻ്റേത്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.